അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് അടുക്കളയിൽ കയറിയാൽ എൻ്റെ ചുട്ടി വേഷമാണ് അടുക്കളയിലത്തെ. അപ്പോഴത്തെ അമ്പലത്തിൽ പോയിട്ട് വരണ വഴിക്ക് ഞാൻ പച്ചക്കറി കടയിൽ കയറിയേ. അപ്പോൾ ഇപ്പോഴത്തെ പച്ചക്കറിയുടെ വില എത്രയെന്ന് ഞാൻ ഒന്ന് പറഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും എത്ര രൂപയെന്നൊന്നും അറിയത്തില്ല. ഇപ്രാവശ്യം അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ഒരു വീട്ടിൽ ആവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറി ഒരു കിറ്റിലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണം കഴിഞ്ഞതിന് ശേഷം ഉള്ള പച്ചക്കറിയുടെ ഗുണനിലവാരം എത്രയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. പച്ചക്കറി ഇത്രയും പച്ചക്കറി ദേ തോരത്തിനുണ്ട്, സാമ്പാറിനുണ്ട്, അവിയലിനുണ്ട്, പച്ചടിക്കുണ്ട്, തീയലിനുണ്ട്, കുമ്പളങ്ങയല്ല വൻപയറും പയറും ഇത് മത്തനും ഇട്ട് കറി വയ്ക്കേണ്ടതുണ്ട്. വെണ്ടയ്ക്ക തീയൽ വയ്ക്കാം, അമരയ്ക്ക തോരൻ വയ്ക്കാം, ബീട്രൂട്ട് തോരൻ വയ്ക്കാം, അവിയൽ വയ്ക്കാം. എല്ലാത്തിനും ഇത് 2 തക്കാളി, പച്ചമുളക് എല്ലാം ഇത്രയും ഐറ്റംസ് കൂടാതെ മല്ലിയില കരിയേപ്പിലുണ്ട്. ഇത്രയും ഐറ്റംസ് എല്ലാം കൂടി 50 രൂപയാണ്. അപ്പോൾ അത് മാത്രമല്ല ഇത്രയും പച്ചക്കറി 50 രൂപയാണ്. അത് മാത്രമല്ല ഇതിനെ എനിക്ക് അറിയത്തില്ല. ഒരു 10 രൂപ എടുത്താണ് മുരിങ്ങയ്ക്ക് ഒറ്റയായിട്ട് വാങ്ങിച്ചുകൊണ്ടിട്ട്. ഉണക്കമീൻ നമ്മളവിടെ നവര മീനെന്ന് പറയും. നവര നല്ല ഫ്രഷ് നവര മീൻ. ഇത് ഇത്രയും 40 രൂപ ഉണക്കമീൻ. നല്ല ഫ്രഷ് കപ്പ കിട്ടിയിട്ടുണ്ട്. ഇത് 60 രൂപ ഇത്രയും കപ്പ. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ച സാധനങ്ങളാണ്. നല്ല വില സഹായമുണ്ട്, നന്നായിട്ട് വില സഹായമുണ്ട്. പിന്നെ കത്രിക്ക കേടായിപ്പോയി, സാരമില്ല. കത്രിക്ക വലുതായിട്ട് ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ.